പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കാർഷിക മേഖലയിൽ നൂതനാശയങ്ങളുമായി കൃഷിയിടത്തിൽ കൂടുതൽ വരുമാനം നേടി മാതൃകയാവുകയാണ് തിരുവല്ലോമലയിലെ കുറുമങ്ങാട്ട് പാടശേഖരം. കാർഷിക മേഖലയിൽ നൂതനാശയങ്ങളിലൂടെ കൃഷിയിടത്തിൽ കൂടുതൽ വരുമാനം നേടി കാർഷിക മേഖലയ്ക്ക് മാതൃകയാവുകയാണ് തിരുവല്ലോമലയിലെ കുറുമങ്ങാട്ട് പാടശേഖരം. 70 ഏക്കറിലായി പടർന്നു കിടക്കുന്ന നെൽവയലാണ് പാടശേഖര സമിതിക്ക് കീഴിൽ വരുന്നത്. 25 വർഷത്തിലധികമായി നെൽകർഷകർക്ക് വേണ്ട നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ചു നൽകുന്ന തൃശൂർ ജില്ലയിലെ ഏക പാടശേഖരമാണ് കുറുമങ്ങാട്ട് പാടശേഖര സമിതി. ഇത്തവണ വയലിൽ നെൽകൃഷിയോടൊപ്പം തന്നെ വരമ്പുകളിൽ ചെണ്ടുമല്ലി കൃഷിയും വെണ്ട, പയർ, പാവൽ, വഴുതന തുടങ്ങിയ പച്ചക്കറി കൃഷികളും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ജൈവരീതിയിലാണ് പച്ചക്കറി കൃഷിയും പൂക്കൃഷിയെയും പരിപാലിച്ചു വരുന്നത്. തിരുവല്ലോമല കൃഷിഭവനാണ് ചെണ്ടുമല്ലി പച്ചക്കറി തൈകൾ സമിതിക്ക് നൽകിയത്. സ്വന്തം ആവശ്യത്തിനു പുറമെ പച്ചക്കറി തിരുവല്ലോമല മാർക്കറ്റിൽ നൽകുന്നുണ്ട്. കൂടാതെ ചെണ്ടുമല്ലിപ്പൂവും തിരുവല്ലോമലയിലെ പൂക്കടകളിൽ വിൽപ്പന നടത്തുന്നുണ്ട് സമിതി. നെൽകൃഷിയിൽ നിന്നുമുള്ള വരുമാനം കൂടാതെ ഇതൊരു അധിക വരുമാനവും കൂടിയാണ് ഈ പാടശേഖര സമിതിയിലെ കർഷകർക്ക്. തിരുവല്ലോമല കൃഷി ഓഫീസർ MC വിവേക്, മറ്റ് കൃഷി വകുപ്പ് ജീവനക്കാരായ ബിനോയ്, റാണി, സജിത തുടങ്ങിയവരുടെ നിർദ്ദേശവും സഹായവും സമിതിക്ക് ലഭിച്ചുവരുന്നു. തുടർ വർഷങ്ങളിലും ഇതുതന്നെ തുടരാനാണ് കർഷകരുടെ തീരുമാനം. പാടവരമ്പുകളിൽ പൂക്കൃഷി ചെയ്യുന്നതിനാൽ കീടങ്ങൾ പൂവിലേക്ക് ആകർഷിക്കുകയും അതുവഴി നെൽകൃഷിക്ക് കീടങ്ങളുടെ ആക്രമണം കുറവാകുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുമെന്ന് പാടശേഖര സമിതി സെക്രട്ടറിയും കർഷകനുമായ രാമകൃഷ്ണൻ പറയുന്നു. കുറുമങ്ങാട് പാടശേഖരത്തിൽ ഏതാണ്ട് 70 ഏക്കറോളം സ്ഥലമുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ ഞങ്ങൾ ഈ പൂ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു വരമ്പത്ത് കൂടെ. അതിൻ്റെ ഉദ്ദേശം വന്നിട്ട് ഒന്ന് കീടനാശിനികൾ പൂവിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് പോവും. അതാണ് മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ മുമ്പ് ചെയ്തു വെച്ചിരുന്നു. സൂര്യകാന്തിയാണ് വന്ന് ചെയ്തത്. ഇപ്പോൾ കൃഷിഭവനിൽ നിന്ന് കുറച്ച് ചെണ്ടുമല്ലി തൈ കിട്ടി. ഈ ചെണ്ടുമല്ലി തൈൻ്റെ അന്ന് നമുക്ക് മനസ്സിൽ ഐഡിയ തോന്നി ചെണ്ടുമല്ലിയൊക്കെ ഒരു പാടത്ത് വെച്ചാൽ എന്താണെന്ന്. അങ്ങനെ ഒരു 300ഓളം ചെണ്ടുമല്ലി തൈ കൊടുന്ന് കുറുമങ്ങാട് പാടശേഖരത്തിൽ വലിയ വരമ്പുകളിലെല്ലാം വെച്ചു. അതിൽ കുറേ ഓറഞ്ച് കളറും കുറേ മഞ്ഞ കളറും കിട്ടിയിട്ട് ഇതുകൊണ്ട് ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഒന്നിന് പൂവായി, രണ്ടാമത് കീടങ്ങൾ മുഴുവൻ പൂവിനെ ആകർഷിച്ചിട്ട് ഈ കീടങ്ങളുടെ ശല്യം കുറഞ്ഞു കിട്ടും. CCV ന്യൂസ്, തിരുവല്ലോമല.